എല്ലാ ക്രിസ്ത്യാനിക്കും വളരെ പരിചിതമായ ഒരു കാഴ്ച. ഏതാണ് ആ കാഴ്ച? ഒരു നിശബ്ദ രാത്രി, ഈശോ തമ്പുരാന്റെ പിറവി. ഇന്ന് നമ്മളും കർത്താവിന് നേരെ ഹൃദയവാതിലുകൾ കൊട്ടി അടയ്ക്കുകയാണോ എന്ന് ആത്മശോധന ചെയ്യണം. ബേത്ലഹേമിനെ ചുരുക്കി എഴുതേണ്ടത് ഇങ്ങനെയാണ്: ദ ഓൾമൈറ്റി ബിക്കംസ് വൾനറബിൾ. മനുഷ്യരൂപമെടുക്കുന്നു ദൈവം. ഇനി ഈ മനുഷ്യ ശരീരം ദേവാലയമാവുകയാണ്. മറിയത്തെ സൃഷ്ടിച്ചവൻ ദായിപ്പോൾ മറിയത്തിൻ്റെ കരങ്ങളിൽ. പ്രപഞ്ചത്തെ മെനഞ്ഞവനെ കന്യക കൈകളിലെടുക്കുന്നു. ഓരോ പരിശുദ്ധ കുർബാനയിലും ഈ അത്ഭുതം നമ്മളിൽ നിറയണേ. നമുക്ക് എപ്പോഴെങ്കിലും ഒരു പ്രലോഭനം വരും, കർത്താവിനെ കാണാൻ മാത്രം ഐ എം നോട്ട് പെർഫെക്റ്റ് ഇനഫ്, എനിക്ക് നൽകാൻ എൻ്റെ കയ്യിൽ യോഗ്യതകളില്ല. നിങ്ങളെപ്പോഴും ധ്യാനിക്കേണ്ട ഒരു കാര്യം, ആട്ടിടയർ വെറും കൈയോടെയാണ് പോയത്. പാപികളുടെ സമ്മാനം അവരുടെ കണ്ണീരാണ്. ഞെരുക്കമനുഭവിക്കുന്നവരുടെ, പാവപ്പെട്ടവരുടെ സമ്മാനം അവരുടെ പ്രത്യാശയാണ്. അതാണ് അവർ ഓഫർ ചെയ്യുന്നത് കർത്താവിൻ്റെ മുമ്പിലേക്ക്. കർത്താവിനെ കാണാൻ വേണ്ടി നീ പെർഫെക്റ്റ് ആകാൻ കാത്തിരിക്കരുത്. നീ ആയിരിക്കുന്ന അവസ്ഥയിൽ കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. മാതാവ് കണ്ണുകൾ കൊണ്ട് കാണിക്കുകയാണ്: റിസീവ് ഹിം, ലവ് ഹിം. അവനെ സ്നേഹിച്ചേ, അഡോർ ഹിം, അവനെ ആരാധിക്കുക. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന സംഘർഷങ്ങളിൽ മറിയത്തിലേക്ക് നോക്കണേ. വീടിനെ സ്വർഗമാക്കുന്നത് സ്വർഗം ഭൂമിയിലേക്ക് വന്നവൻ വീട്ടിലുണ്ടോ എന്ന ചോദ്യമാണ്. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ, നമ്മുടെ അമ്മയുടെ സ്വർഗാരോപണ തിരുനാളിന് ഒരുക്കമായി ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഒരുക്കുന്ന 15 ദിവസത്തെ ശുശ്രൂഷ, വാക്കിംഗ് വിത്ത് മേരി ഫ്രം ഇറ്റേണിറ്റി ടു ഹെവൻ. നിത്യതയിൽ നിന്ന് സ്വർഗത്തോളം പരിശുദ്ധ അമ്മയുടെ കൈപിടിച്ച് നമ്മൾ നടത്തുന്ന യാത്രയുടെ 5-ാമത്തെ ദിവസം. ഓരോ ദിവസവും ഓരോ വാക്കുകൾ ഓർത്തിരിപ്പുണ്ട് എന്ന് വിചാരിക്കണം. ഈ ശുശ്രൂഷയിലൂടെ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. പ്രത്യേകിച്ച് ഇന്ന് നിങ്ങളെല്ലാ വൈദികരെയും ഓർത്ത് പ്രാർത്ഥിച്ച ദിവസമല്ലേ, ഓഗസ്റ്റ് 4. എനിക്ക് വേണ്ടി കൂടെ പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇപ്പോൾ ഈ വാക്കിംഗ് വിത്ത് മേരിയെക്കുറിച്ച് ഇന്നലെ ഒരു സുഹൃത്തിനോട് സംസാരിക്കുകയായിരുന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ചത്, അതപ്പോൾ എല്ലാം പ്ലാൻഡ് ആണോ 15 ദിവസത്തെയും ടോക്കുകൾ ഉള്ളത്? പറഞ്ഞാൽ അല്ല. ഓരോ ദിവസവും കർത്താവ് എടുത്ത് തരുന്നത് കൊണ്ടാണ് ഇത് പറയാൻ പറ്റുന്നത്. അന്നാണ് ഇത് ഷൂട്ട് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ഈ ഓരോ ദിവസവും വൈകുന്നേരം 8 മണിക്ക് ഇത് എത്തുമെന്ന് പറഞ്ഞാലും എൻ്റെ പരിമിതി കൊണ്ടും പിന്നെ ഈ മഴയും ബുദ്ധിമുട്ടും ഒക്കെ ആയതുകൊണ്ട് ഇത് എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ ഉള്ള ഇൻ്റർനെറ്റിൻ്റെ ഇഷ്യൂസും എല്ലാം കൊണ്ടാണ് അല്പം വൈകുന്നത്. അപ്പോൾ ഓരോ ദിവസവും ഇത് എടുത്ത് നൽകുമ്പോൾ നിങ്ങൾക്ക് വേണ്ടിയും കൂടെ പ്രാർത്ഥിച്ചാണ്, ഒരുങ്ങിയാണ് ഇത് ചെയ്യുന്നത്. നിങ്ങൾ എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണം. എൻ്റെ ടീമിന് വേണ്ടി, പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും പറയാറുള്ള പേര്, ഷാരോണ് വേണ്ടി, എഡിറ്ററിന് വേണ്ടി, എഡിറ്റിംഗ് ടീം, ബാക്കി ഈ കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ എഫേർട്ട് എടുക്കുന്ന ഫീഡ് മൈ ഷീപ്പിൻ്റെ ടീം, അവരൊക്കെ പ്രാർത്ഥനയിൽ ഓർക്കണം. പരമാവധി ആളുകളിലേക്ക് ഇത് പങ്കുവയ്ക്കണം. ഇതിലെ ആശയങ്ങൾ നിങ്ങൾ സംസാര വിഷയമാക്കണം. പ്രിയപ്പെട്ടവരെ ഇത് കാണാൻ ഒരുക്കുകയും വേണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ഫസ്റ്റ് ഡേ വണ്ടർ, അത്ഭുതപ്പെട്ടു. നമ്മൾ പ്രപഞ്ച സൃഷ്ടിക്ക് മുമ്പ് തന്നെ ദൈവത്തിൻ്റെ പദ്ധതിയിൽ മറിയമുണ്ടായിരുന്നു എന്ന ആശയത്തിൽ. രണ്ടാമത്തത് പ്യൂരിറ്റി, ശുദ്ധത, മറിയത്തെ ഒരുക്കിയത്. മൂന്നാമത്തത് സറണ്ടർ, ഫിയാത്ത്. നാലാമത്തത് ഇന്നലെ ജോയ്, ആനന്ദം. ക്രിസ്ത്യാനിയുടെ വിറ്റ്നസിംഗ് ആണ്, സാക്ഷ്യമാണ് ആനന്ദം. മറിയത്തിൽ നമ്മൾ പഠിച്ചു. ഇന്ന് നമ്മൾ എടുക്കുന്ന വാക്ക് അഡോറേഷൻ, ആരാധന. അഡോറേഷനാണ്, ആരാധനയാണ്. നിങ്ങൾ അത്ഭുതപ്പെടും, എങ്ങനെയാണ് ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ആരാധന വരുന്നത്? അത് അവസാനത്തോളം എത്തുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന ഭാഗം മറിയത്തോടൊപ്പം യാത്ര ചെയ്യുകയാണ്. മറിയത്തിൻ്റെ സന്ദർശനം ഇന്നലെ ധ്യാനിച്ചു. ഇന്ന് ദ മോസ്റ്റ് ഫെമിലിയർ സീൻ ഇൻ ക്രിസ്ത്യാനിറ്റി. എല്ലാ ക്രിസ്ത്യാനിക്കും വളരെ പരിചിതമായ ഒരു കാഴ്ച. ഏതാണ് ആ കാഴ്ച? ഒരു കാലിത്തൊഴുത്ത്, ഒരു പുൽക്കൂട്, ഒരു നിശബ്ദ രാത്രി, ഈശോ തമ്പുരാൻ്റെ പിറവി. അത്ഭുതമാണ് ആ കാഴ്ച. നമുക്ക് ആ കാഴ്ച അത്ര ഒരു അസ്റ്റോണിഷിങ് കാഴ്ച അല്ലാത്തതിൻ്റെ കാരണം എന്നറിയാമോ? അതായത്
ഞാൻ എപ്പോഴും പറയാറുണ്ട്, ബൈബിള് വായിച്ചും ഈ സംഭവങ്ങൾ പല ആവർത്തി കേട്ടും നമുക്കിതിനകത്തെ ഫാക്ടർ, അത്ഭുതത്തിൻ്റെ ഘടകം, അവിസ്മയത്തിൻ്റെ ഘടകം നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. ഈശോ ജനിക്കാറാകുന്ന സമയം, അതായത് 2000 വർഷങ്ങൾക്ക് മുമ്പ് നിങ്ങളോട് പറയുകയാണ്, വേർ ഷുഡ് ദ മെസ്സയ ടേക്ക് ഹിസ് ബർത്ത്? എവിടെയായിരിക്കണം ഈശോ മിശിഹ തമ്പുരാൻ ജനിക്കേണ്ടത്? നമ്മളിൽ പലരും ആ കാലത്ത് അന്നത്തെ കോണ്ടെക്സ്റ്റിൽ തപ്പിയെടുക്കുക ഒരു പക്ഷേ റോം ആയിരിക്കും, ഭരണസിരാകേന്ദ്രമായ റോം, അല്ലെങ്കിൽ ഏതൻസ് ആയിരിക്കും, ഫിലോസഫിയുടെ ഇടമായ, തത്വശാസ്ത്രത്തിൻ്റെ ഈറ്റില്ലമായ, ഒരുപാട് ലിറ്ററേച്ചറുള്ള, ചിന്തകരുള്ള ഏതൻസ് ആയിരിക്കും, ഗ്രീസ് ആയിരിക്കും. അല്ലെങ്കിൽ ഒരു പക്ഷേ ഇനി വിശുദ്ധ നഗരമായ ഹോളി സിറ്റിയായ ജെറുസലേം ആയിരിക്കും. പക്ഷെ ആരും ബേത്ലഹേമിൽ എടുക്കാൻ വഴിയില്ല. അപ്പോൾ തന്നെ അത്ഭുതം തുടങ്ങണം. ദൈവമേ, ബേത്ലഹേമോ? അത് ഈ ബേത്ലഹേമിലേക്ക് വന്നിറങ്ങുന്നത് ആര്? പ്രപഞ്ചത്തെ സൃഷ്ടിച്ചവൻ ഒരു കാലിത്തൊഴുത്തിലേക്ക് ചുരുങ്ങുകയാണ്. സ്വർഗത്തിന് ഉൾക്കൊള്ളാൻ കഴിയാത്ത വിധം മഹത്വമേറിയവൻ ഒരു പുൽക്കൂടിൻ്റെ പരിമിതിയിലേക്ക് ചെറുതാവുകയാണ്. മാലാഖാമാർ പോലും ആരെ ദർശിക്കാൻ ഭയന്ന് തങ്ങളുടെ ചിറകുകൾ കൊണ്ട് മുഖം മറച്ചു നിൽക്കുന്നു. നമ്മൾ കാണുന്നത് അവയ്ക്ക് 6 ചിറകുകളുണ്ടായിരുന്നു, 2 കൊണ്ട് അവ മുഖം മറച്ചിരുന്നു. എന്തിനാണ്? വെയിലായിട്ട് വർക്ക് ചെയ്യാണ്. മദ്ബഹാബിരി പോലെയാണ് അവർക്ക് അവരുടെ ചിറകുകൾ. ദൈവമഹത്വത്തെ ദർശിക്കാൻ ഭയന്ന് ഒരു മുഖം മറച്ചു നിൽക്കുകയാണ്. അപ്പം ആരെ ദർശിക്കാൻ മാലാഖാമാർ പോലും ഭയന്നിരുന്നോ, അവൻ ദാ ഇവിടെ ഒരു കന്യകയുടെ കരങ്ങളിലേക്ക് എത്തുകയാണ്. ബേത്ലഹേം അത്ഭുതമാണ്, വിസ്മയമാണ്. ഇങ്ങനെ ദൈവം വരുമ്പോൾ അത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഹ്യൂമിലിറ്റി, അത് ദൈവം എളിമപ്പെടുന്നു, ചെറുതാകുന്നു എന്നതിനേക്കാൾ ഉപരി നിങ്ങളതിനെ മനസ്സിലാക്കേണ്ടത്, ബേത്ലഹേമിനെ മനസ്സിലാക്കേണ്ടത് ഡിവൈൻ ലവ് മെയ്ഡ് വിസിബിൾ. ദൈവത്തിൻ്റെ സ്നേഹം നമ്മുടെ മുമ്പിൽ ദൃശ്യമാകുന്ന നേരമാണ് ബേത്ലഹേം. ലൂക്കാസ് സുവിശേഷകൻ ഇത് അവതരിപ്പിച്ചിട്ടിരിക്കുന്ന ഭാഗം ഞാൻ ആ നറേഷൻ വായിക്കുകയായിരുന്നു. ഇങ്ങനെയാണ്, ലൂക്ക 2:6, അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമടുത്തു, അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. എത്ര ഡ്രമാറ്റിക് ആക്കാമായിരുന്ന ഒരു നറേഷനാണ്. എത്രമാത്രം എഴുതി നമ്മളെ ഇംപ്രസ് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷേ അതിൻ്റെ നറേഷനിൽ പോലും ആ ലാളിത്യം തുളുമ്പി നിൽക്കുകയാണ്. ഒറ്റ വരിയിൽ അത് ചുരുക്കിക്കളഞ്ഞു. അവിടെ ആയിരിക്കുമ്പോൾ അവൾക്ക് പ്രസവ സമയമടുത്തു, അവൾ തൻ്റെ കടിഞ്ഞൂൽ പുത്രനെ പ്രസവിച്ചു. ലാളിത്യം അതിൻ്റെ അവതരണത്തിൽ പോലും വന്നിരിക്കുകയാണ്. അല്ലെങ്കിൽ നമുക്കറിയാം, നമ്മൾ മുമ്പ് ധ്യാനിച്ചതല്ലേ, ചരിത്രത്തിൽ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ പ്രവർത്തനങ്ങൾ ഒക്കെ നടന്നത് നിശബ്ദതയിലാണ്, ശാന്തതയിലാണ്. ഇന്ന് നിശബ്ദതയില്ലാത്ത പ്രാർത്ഥനാ ശൈലികളേറുമ്പോൾ ഓർക്കണേ, ദൈവം നിർണായക ഇടപെടലുകൾ നടത്തിയതൊക്കെ നിശബ്ദതയിൽ, ശാന്തതയിലായിരുന്നു. നമ്മൾ അതിനോട് ചേർന്ന് വായിക്കുന്ന ഒരു കാര്യമുണ്ട്, സത്രത്തിൽ അവർക്ക് ഇടം ലഭിച്ചില്ല. സത്രത്തിൽ ഇടം ലഭിച്ചില്ല എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്കൊരു കെറിവ് വരും, ഇവരോട് ഒരു ദേഷ്യവും ഒരു പുച്ഛവും വരും. ദേഷ്യം, എന്നെ പരിപാടിയാടായി കാണിക്കുന്നത്, ഞങ്ങളുടെ കർത്താവിനെ പ്രസവിച്ചിടാൻ സ്ഥലമില്ലെന്നോ, കർത്താവിനെ പ്രസവിച്ചിടാൻ ഒരിടം കൊടുക്കാൻ നിനക്ക് മനസ്സില്ലെന്നോ എന്നൊക്കെ നമുക്ക് ദേഷ്യം വരും. അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുക, എന്തൊരു മണ്ടത്തരവാടാ കാണിച്ചേ, എന്തൊരു ചാൻസ് ആയിരുന്നു. ഇന്ന് ലോകം മുഴുവൻ ക്രിസ്മസിന് പുൽക്കൂട് ഒരുക്കുമ്പോൾ നീ എങ്ങാനും ഒരു ഇടം കൊടുത്തിരുന്നെങ്കിൽ സത്രമല്ലായിരുന്നു ഞങ്ങൾ പണിത് വെക്കുമായിരുന്നത്, ചാൻസ് മിസ്സായില്ലേ എന്നൊക്കെ തോന്നും. പക്ഷെ നമ്മൾ അവരെ ജഡ്ജ് ചെയ്യാൻ പോകാതെ നമ്മൾ നമ്മളിലോട്ട് നോക്കിക്കേ, ആ ചോദ്യം നമ്മളിലോട്ട് നോക്കിക്കേ. കർത്താവിന് ഇടമുണ്ടോ? കർത്താവിന് ഇടമില്ലാത്ത വിധം മറ്റേതൊക്കെയോ നിറച്ചു വെച്ചിരിക്കുന്നത് കൊണ്ട് ഇന്ന് നമ്മളും കർത്താവിന് നേരെ ഹൃദയവാതിലുകൾ കൊട്ടി അടയ്ക്കുകയാണോ എന്ന് ആത്മശോധന ചെയ്യണം. അത് എൻ്റെ പ്രൈഡ്, എൻ്റെ അഹങ്കാരം, എൻ്റെ വെറുപ്പ്, എൻ്റെ കലഹം, എൻ്റെ ഇഷ്ടങ്ങൾ, എൻ്റെ മുൻവിധികൾ, എൻ്റെ ധാർഷ്ട്യം, ഇതെല്ലാം കൂടെ നിറച്ചു വെച്ച് കർത്താവിന് ഇടമില്ലാത്ത വിധം എൻ്റെ ഹൃദയ അറകൾ തിങ്ങി നിറഞ്ഞ് ഇരിക്കുകയാണോ എന്ന് ആത്മശോധന ചെയ്യണം. അപ്പോൾ അത് നമ്മൾ വായിച്ച് എത്തിയത്, കുഞ്ഞിനെ പ്രസവിച്ചു, ഈശോ പിറന്നു വീഴുന്നു. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഇറ്റേണൽ വേർഡ്, നിത്യമായ വചനം ഒരു പൈതലായി മറിയത്തിൻ്റെ കരങ്ങളിൽ. എല്ലാ ജീവജാലങ്ങൾക്കും ശ്വാസം നൽകിയവൻ ദാ ഇപ്പോൾ ഹ്യൂമൻ ലങ്സ് കൊണ്ട്, മനുഷ്യരുടെ പോലുള്ള ശ്വാസകോശം കൊണ്ട് ശ്വസിക്കുന്നു.
വിസ്മയമുണ്ടാകണം നമുക്ക്. എല്ലാത്തിനെയും ഊട്ടുന്നവൻ മറിയത്തിൽ നിന്ന് നറിഷ്ഡാകാൻ വേണ്ടി കാത്തിരിക്കുന്നു. മറിയം അവനെ ഊട്ടാൻ അവൻ കാത്തിരിക്കുന്നു. എല്ലാറ്റിനെയും ഊട്ടിയവൻ. ബേത്ലഹേമിനെ ചുരുക്കി എഴുതേണ്ടത് ഇങ്ങനെയാണ്: The Almighty becomes vulnerable. The Almighty, ശക്തനായവൻ, vulnerable ആയിട്ട്. വൾനറബിലിറ്റി എന്നതിൻ്റെ ഒരു നല്ല മലയാള വാക്ക് എനിക്ക് അറിഞ്ഞുകൂടാ. ആരെങ്കിലും അറിയാമെങ്കിൽ കമൻറ്റിലിടണം. അതുകൊണ്ട് എനിക്ക് പലപ്പോഴും ഈ വൾനറബിൾ എന്നുള്ള വാക്ക് ഉപയോഗിക്കേണ്ടി വരുമ്പോഴൊക്കെ ഞാൻ സംശയിക്കും, എന്തായിരിക്കും ഇതിനൊരു നല്ല മലയാളം, ഇതേ ഫീൽ കിട്ടുന്നൊരു മലയാളം. The Almighty becomes vulnerable. അപ്പോൾ ഓർക്കണം, not because he ceased to be God. അവൻ വൾനറബിൾ ആകുന്നത് അവൻ ദൈവമല്ലാതാകുന്നു എന്നല്ല, മറിച്ച് but he chose to become fully one among us. നമ്മളിൽ ഒരാളാകാൻ അവൻ തീരുമാനിച്ചതിൻ്റെ ഫലമാണ് അവൻ വൾനറബിൾ ആയിട്ട് നിൽക്കുന്നു. യോഹന്നാൻ സുവിശേഷം 1:14 നമുക്കറിയാം. യോഹന്നാൻ സുവിശേഷം ഈശോയുടെ പിറവിയുടെ നറേറ്റീവ് നൽകുന്നില്ല. ലൂക്കായോ മത്തായോ ചെയ്യുന്നത് പോലെ ഈ പിറവിയുടെ അവതരണം എഴുതി വെക്കുന്നില്ല യോഹന്നാൻ്റെത് കുറേ കൂടി ഒരു തിയോളജിക്കൽ ഗോസ്പലാണെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് യോഹന്നാൻ എഴുതി വെച്ചിരിക്കുന്നത് യോഹന്നാൻ 1:14. പറ്റുമെങ്കിൽ ബൈബിളിൽ എടുത്ത് ഒന്ന് അടയാളപ്പെടുത്തിയേക്ക്. യോഹന്നാൻ സുവിശേഷം 1:14 ഇത്രയേ ഉള്ളൂ. ലൂക്കായും മത്തായും അവതരിപ്പിച്ചിരിക്കുന്ന എല്ലാം കൂടെ യോഹന്നാൻ ഒറ്റ വാക്കിൽ ചുരുക്കിക്കളഞ്ഞു: വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. ഈ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, ഡ്വെൽറ്റ് എമംഗ് അസ് എന്നതിൻ്റെ ശരിക്കുമുള്ള ഗ്രീക്ക് വേർഡ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, ആ ഗ്രീക്ക് വേർഡിൻ്റെ അർത്ഥം പിച്ച്ഡ് ടെൻറ്റ് എമംഗ് അസ് എന്നാണ്. പിച്ച്ഡ് ടെൻറ്റ് എമംഗ് അസ് എന്ന് വെച്ചാൽ എന്താ? നമുക്കിടയിൽ കൂടാരമടിച്ചു. വചനം മാംസമായി നമുക്കിടയിൽ കൂടാരമടിച്ചു. ഉടനെ നമ്മുടെ ഓർമ്മ പോകേണ്ടത് എങ്ങനെയാണ്? കൂടാരം, ഈജിപ്തിൽ നിന്ന് കാനാൻ ദേശത്തേക്ക്, വാഗ്ദാന ദേശത്തേക്കുള്ള യാത്രയിൽ ഇസ്രായേൽ ജനം കൂടാരമടിച്ചു. സമാഗമ കൂടാരം, ടെൻറ്റ് ഓഫ് മീറ്റിംഗ്. ടെൻറ്റിൻ്റെ കാലം കഴിഞ്ഞു. അതിനുശേഷം ടെമ്പിൾ വന്നു, ദേവാലയം വന്നു. ദേവാലയത്തിൻ്റെ കാലം കഴിയുന്നു. ദാ ഇവിടെ പുതിയ ദേവാലയം, മനുഷ്യരൂപമെടുക്കുന്നു ദൈവം. ഇനി ഈ മനുഷ്യ ശരീരം ദേവാലയമാവുകയാണ്. അതാണ് പിന്നീട് പൗലോസ്ലീഹ പറയുന്നത്, നിങ്ങളുടെ ശരീരം കർത്താവിൻ്റെ ആലയമാണെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ. അപ്പോൾ കർത്താവിൽ we are getting a new meeting place. സ്വർഗവും ഭൂമിയും കണ്ടെത്തുന്ന സമാഗമത്തിൻ്റെ കൂടാരമാണ് ഈശോ തമ്പുരാൻ, മിശിഹ തമ്പുരാൻ. ബേത്ലഹേം എന്ന വാക്കിൻ്റെ അർത്ഥം ഹൗസ് ഓഫ് ബ്രെഡ് എന്നാണ്. നിങ്ങൾക്കറിയാം അത്. ബേത്ലഹേം എന്ന വാക്കിൻ്റെ അർത്ഥം അപ്പത്തിൻ്റെ വീട്. കുറച്ച് കഴിയുമ്പോൾ, യാത്ര കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈശോ പറയും, ഐ ആം ദ ബ്രെഡ്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു എന്ന് പറയും. ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. കുറച്ചുകൂടെ കഴിയുമ്പോൾ അവൻ അപ്പം കൈകളിൽ എടുത്തിട്ട് പറയും, ദിസ് ഈസ് മൈ ബോഡി ബ്രോക്കൺ ഫോർ യു. നിങ്ങൾക്ക് വേണ്ടി മുറിക്കപ്പെടുന്ന, വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ലോകത്തിന് അപ്പമാകാൻ വന്നവൻ ദാ അപ്പത്തിൻ്റെ ഭവനത്തിൽ ബേത്ലഹേമിൽ പിറന്നു വീഴുന്നു. ഇനി ഈ ബേത്ലഹേമും കാൽവരിയും തമ്മിൽ ബന്ധമുണ്ട്. ബേത്ലഹേമിൽ പുൽത്തൊട്ടിയിൽ കർത്താവിനെ കിടത്തുമ്പോൾ അത് ബലിപീഠത്തിൻ്റെ മേൽ കുഞ്ഞാടിനെ കിടത്തുന്നത് പോലെയാണ്. അബ്രാഹം മോറിയായിൽ ഇസഹാക്കിനെ കിടത്തിയതുപോലെ ഒടുക്കം ഈശോയുടെ മരണത്തിന് ശേഷം കല്ലറയൊരുക്കി അവനെ കല്ലറയിൽ കിടത്തിയതുപോലെ, പിള്ളക്കച്ച കൊണ്ട് കുഞ്ഞിനെ പൊതിയുമ്പോൾ അവൻ്റെ മൃതസംസ്കാര നേരത്ത് അവനെ കച്ച കൊണ്ട് പൊതിഞ്ഞതുപോലെ ബേത്ലഹേമിൽ കാൽവരിയുടെ നിഴല് വീണ് കിടപ്പുണ്ട് എന്നോർക്കണേ. അപ്പോൾ ഈ ബേത്ലഹേമാണ് നമ്മുടെ ഇന്നത്തെ ധ്യാനം, ഈശോയുടെ പിറവിയുടെ ആ എപ്പിസോഡ്. സെയിൻറ്റ് അഗസ്തിനോസ് പുണ്യാളൻ ഇതിനെക്കുറിച്ച് പറയുന്നത് സുന്ദരമായൊരു വാക്യമാണ്. ആ വാക്യം കുറിച്ചിടണം, അത് ടൈപ്പ് ചെയ്യണം, അത് ആവർത്തിച്ചു പറഞ്ഞു പ്രാർത്ഥിക്കണം. One who created Mary is now carried by Mary. One who created Mary is now carried by Mary. മറിയത്തെ സൃഷ്ടിച്ചവൻ ദായിപ്പോൾ മറിയത്തിൻ്റെ കരങ്ങളിൽ. മറിയത്തെ സൃഷ്ടിച്ചവൻ ദായിപ്പോൾ മറിയത്തിൻ്റെ കരങ്ങളിൽ. സുറിയാനി സഭാപിതാവായ എഫ്രൈം പറയുന്നു, പ്രപഞ്ചത്തെ മെനഞ്ഞവനെ കന്യക കൈകളിലെടുക്കുന്നു.
പ്രപഞ്ചത്തെ മെനഞ്ഞവനെ കന്യക കൈകളിലെടുക്കുന്നു. നമുക്കിത് കേൾക്കുമ്പോൾ അത്ഭുതവും വിസ്മയവും വരുന്നുണ്ട്. പക്ഷെ ഓർക്കണേ, ഓരോ പരിശുദ്ധ കുർബാനയിലും ഈ അത്ഭുതം നമ്മളിൽ നിറയണേ. പ്രപഞ്ചത്തെ മെനഞ്ഞവൻ ബേത്ലഹേമിൽ എന്നതുപോലെ ചെറുതാകുന്ന ഇടമാണ് പരിശുദ്ധ കുർബാന. അതിനേക്കാൾ ചെറുതായൊരു ചെറുവപ്പമായി എൻ്റെ നാവിലേക്ക് എത്തുമ്പോൾ പ്രപഞ്ചത്തെ മെനഞ്ഞവൻ ബലഹീനനായ എൻ്റെ നാവുകളിൽ എന്നെ സൃഷ്ടിച്ചെൻ്റെ സൃഷ്ടാവ് സൃഷ്ടിയായ എൻ്റെ നാവിലേക്ക് ഇറങ്ങി വരുന്ന നേരമാണ് പരിശുദ്ധ കുർബാന. മാലാഖമാര് ഇടയരെ തേടിപ്പോയി ഈ വിളംബരം നടത്തിയതിൽ ഒരു അത്ഭുതമില്ല. കാരണം സ്വർഗം നിറഞ്ഞു തുളുമ്പുവാണ്. സ്വർഗത്തിൻ്റെ നാഥൻ ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്നു. അപ്പോൾ സ്വർഗവാസികളായ മാലാഖമാർ സ്വർഗം ചായിച്ചു താഴേക്ക് ഇറങ്ങി വന്ന് ഈ സദ്വാർത്തയെ ഭൂമിയെ അറിയിക്കാതിരിക്കുമോ? ഇവരോട് പറഞ്ഞു കൊടുക്കുന്നു, ഗോ, പോകുവിൻ, പോയി കണ്ട് അവനെ ആരാധിക്കുവിൻ. അതായത് എല്ലാ അറിവും ആരാധനയിലേക്ക് നയിക്കണം. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞ് ആട്ടിടയരോട് ഈ സദ്വാർത്ത അറിയിച്ച് അവരോട് പറയുകയാണ്, ഗോ ആൻഡ് എൻകൗണ്ടർ ഹിം, പോയി അവനെ കാണുക. പ്രിയമുള്ളവരെ, ഈശോയെ അറിയാം, ഈശോയെ കുറിച്ചറിയാം, കാര്യമില്ല. ഈശോയെ കാണുന്നുണ്ടോ, കണ്ടുമുട്ടുന്നുണ്ടോ? ഓൾ നോളജ് ഷുഡ് ലീഡ് അസ് ടു എൻകൗണ്ടർ. ആ കണ്ടുമുട്ടലിലേക്ക് നമ്മെ നയിക്കണം. ഇത് കേട്ട ഇടയര് യാത്ര ചെയ്ത് പുൽക്കൂട്ടിലേക്ക് എത്തുന്നിടത്താണ് ക്രിസ്ത്യാനിറ്റിയുടെ ബ്യൂട്ടി എന്ന് മനസ്സിലാക്കണേ. നമുക്ക് എപ്പോഴെങ്കിലും ഒരു പ്രലോഭനം വരും, കർത്താവിനെ കാണാൻ മാത്രം ഐ എം നോട്ട് പെർഫെക്റ്റ് ഇനഫ്, എനിക്ക് നൽകാൻ എൻ്റെ കയ്യിൽ യോഗ്യതകളില്ല, എൻ്റെ കയ്യിൽ വിശുദ്ധിയുടെ ശേഷിപ്പുകളില്ല. നിങ്ങളെപ്പോഴും ധ്യാനിക്കേണ്ട ഒരു കാര്യം, ആട്ടിടയർ വെറും കൈയോടെയാണ് പോയത്. ആട്ടിടയരുടെ കയ്യിലൊന്നുമില്ലായിരുന്നു. ആട്ടിടയർ വെറും കൈയോടെയാണ് പോയത്. നീ എന്തായിരിക്കുന്നോ അങ്ങനെ കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലുക. കർത്താവ് നിന്നെ അതിന് അനുവദിക്കുന്നുണ്ട്. എൻകൗണ്ടർ മാറ്റേഴ്സ്. കിഴക്ക് നിന്ന് വന്ന ജ്ഞാനികൾ സമ്മാനം കൊടുത്തു എന്ന് പറയുമ്പോഴും അവരുടെ യഥാർത്ഥ സമ്മാനം അവർ നടത്തിയ ആ ദൂര യാത്രയാണ്. ദേവാലയത്തിൽ കണ്ടുമുട്ടിയ ശിമയോൻ്റെ സമ്മാനം അവൻ്റെ വാർദ്ധക്യമാണ്. അന്നയുടെ സമ്മാനം അവളുടെ പ്രാർത്ഥനകളാണ്. ഈശോയെ കാണാൻ വരുന്ന, പിന്നീട് ഈശോയുടെ ജീവിതയാത്രയിൽ കാണാൻ വരുന്ന കുഞ്ഞുങ്ങളുടെ അവർ ഓഫർ ചെയ്യുന്ന സമ്മാനം അവരുടെ അത്ഭുതമാണ്. പാപികളുടെ സമ്മാനം അവരുടെ കണ്ണീരാണ്. ഞെരുക്കം അനുഭവിക്കുന്നവരുടെ, പാവപ്പെട്ടവരുടെ സമ്മാനം അവരുടെ പ്രത്യാശയാണ്. അതാണ് അവർ ഓഫർ ചെയ്യുന്നത് കർത്താവിൻ്റെ മുമ്പിലേക്ക്. അതുകൊണ്ടാണ് ഈശോ ചോദിക്കുന്നത്, നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? മറുപടി, 5 അപ്പവും 2 മീനും, ഒന്നും തികയില്ല കർത്താവേ. സാരമില്ല, തികയണമെന്ന് ആര് പറഞ്ഞു? അതിങ്ങ് കൊണ്ടുപോവാ. അത് വാങ്ങി കർത്താവ് വാഴ്ത്തിത്തരും. അതുകൊണ്ട് കർത്താവിനെ കാണാൻ വേണ്ടി നീ പെർഫെക്റ്റ് ആകാൻ കാത്തിരിക്കരുത്. ഞാൻ പാപിയാണ്, വിശുദ്ധിയില്ല, ഇനി കർത്താവിൻ്റെ ചാരത്തേക്ക് ചെല്ലാൻ പറ്റില്ല. നോ, നീ ആയിരിക്കുന്ന അവസ്ഥയിൽ കർത്താവിൻ്റെ അടുത്തേക്ക് ചെല്ലണമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഈ എപ്പിസോഡ്, ഈ 5ാമത്തെ ദിവസം ഇങ്ങനെ ഒരുങ്ങി ഷൂട്ട് ചെയ്ത് തീരുമ്പോൾ, ഒരുങ്ങിക്കഴിഞ്ഞപ്പോൾ തന്നെ എനിക്കത് തോന്നി. ഷൂട്ട് ചെയ്ത് തീർന്നപ്പോൾ എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം പറഞ്ഞ് ഇത് അവസാനിപ്പിക്കട്ടെ. എന്നറിയാമോ, ഇത് മുഴുവൻ ബേത്ലഹേമിനെ, ആ കാലിത്തൊഴുത്തിനെ ഇങ്ങനെ ധ്യാനിച്ച് തീർന്നു കഴിഞ്ഞപ്പോഴാണ് ഞാനിങ്ങനെ അത്ഭുതത്തോടെ ഓർക്കുന്നത്, എൻ്റെ കർത്താവേ, ഇത് മറിയത്തെക്കുറിച്ചുള്ള സീരീസ് അല്ലേ, മാതാവിനെക്കുറിച്ചുള്ള സീരീസ് അല്ലേ? അപ്പം ഞാനിങ്ങനെ മെല്ലെ ഒരു ചമ്മലോടെ മറിയത്തിൻ്റെ മുഖത്തേക്ക് നോക്കി, മാതാവിൻ്റെ മുഖത്തേക്ക് നോക്കി. മാതാവ് അങ്ങേയറ്റം സ്നേഹത്തോടെ, അലിവോടെ നോക്കിയിട്ട് പറഞ്ഞു, അതങ്ങനെ തന്നെ വേണം, അതങ്ങനെ തന്നെ വേണം. എങ്ങനെ വേണം? മാതാവ് കണ്ണുകൾ കൊണ്ട് കാണിക്കുകയാണ്, റിസീവ് ഹിം, ലവ് ഹിം, അഡോർ ഹിം. അതാണ് മറിയം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്നത്. അതായത് മറിയം മെല്ലെ ഇങ്ങനെ അപ്രസക്തയാകുന്ന പോലെ മാറി നിൽക്കും. നോക്കുക, ഇന്നത്തെ എപ്പിസോഡ് മുഴുവൻ എത്ര സുന്ദരമായിട്ടാണ് നമ്മൾ ഈശോയിലേക്ക് നോക്കിയേ. ഈശോയിലേക്ക്, ഈശോയുടെ പിറവിയിലേക്കായിരുന്നു മുഴുവൻ ഫോക്കസ്. ദോ ദ സീരീസ് ഈസ് നെയിംഡ് ആസ് വാക്കിംഗ് വിത്ത് മേരി, ഇവിടെ മറിയം നിശബ്ദയായി മാറി നിന്നു. എന്നിട്ട് അവളുടെ ആ സ്നേഹപുഞ്ചിരിയോടെ നമ്മളോട് പറയുകയാണ്, റിസീവ് ഹിം. അവൾ പിള്ളക്കച്ചയിൽ പൊതിഞ്ഞു പിടിച്ചിരിക്കുന്ന കുട്ടിയെ കാണിച്ചിട്ട് പറയുകയാണ്, റിസീവ് ഹിം, ഇവനെ മേടിച്ച് പിടിച്ചേ എൻ്റെ കൊച്ച്, റിസീവ് ഹിം, ലവ് ഹിം, അവനെ സ്നേഹിച്ചേ, അഡോർ ഹിം, അവനെ ആരാധിക്കുക. നമ്മുടെ വ്യക്തി ജീവിതത്തിൽ, നമ്മുടെ കുടുംബങ്ങളിൽ നമ്മൾ അനുഭവിക്കുന്ന സംഘർഷങ്ങളിൽ
മറിയത്തിലേക്ക് നോക്കണേ. വലിയ വീടുണ്ടായാൽ സന്തോഷമാകുമെന്ന് വിചാരിക്കരുതേ. വീട്ടിൽ ആളുകളുടെ എണ്ണം കൂടിയാൽ സന്തോഷം കിട്ടുമെന്ന് വിചാരിച്ചേക്കരുതേ. സമ്പത്ത് നിറഞ്ഞാൽ സന്തോഷം കിട്ടുമെന്ന് വിചാരിച്ചേക്കരുതേ. വീടിനെ സ്വർഗമാക്കുന്നത് സ്വർഗം ഭൂമിയിലേക്ക് വന്നവൻ വീട്ടിലുണ്ടോ എന്ന ചോദ്യമാണ്. നിന്റെ വീടിനെ സ്വർഗമാക്കുന്നത് സ്വർഗാദിനാഥൻ നിന്റെ വീട്ടിലേക്ക് ഇറങ്ങി വരുന്നുണ്ടോ? നീ ഇടം കൊടുക്കുന്നുണ്ടോ? മറിയം നമ്മളെ നോക്കി പറയുന്നു, റിസീവ് ഹിം, ലവ് ഹിം ആൻഡ് അഡോർ ഹിം. പഴയ നിയമം കാണാൻ കൊതിച്ചവൻ, പഴയ നിയമത്തിന് കാണാൻ കഴിയാതെ പോയവൻ, നിത്യനായവൻ ഇപ്പോൾ നമുക്ക് പുൽകാൻ മാത്രം ചാരത്ത് വരുന്നു. The infinite is becoming embraceable. The infinite is becoming embraceable in Bethlehem. മുമ്പ് ആരും കാണാതിരുന്നവൻ ഇപ്പോൾ ദാ നമ്മൾ കാണുന്നു, നമ്മളവനെ തൊടുന്നു, നമ്മളവനെ ചേർത്ത് പിടിക്കുന്നു, നമ്മളവനെ ആരാധിക്കുന്നു. ആരാധനയിലേക്ക് ഈ അനുഭവം നമ്മളെ നയിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായേ, ബേത്ലഹേമിൻ്റെ പരിമിതികളിലേക്ക് ചെറുതായവനെ, എൻ്റെ സാധാരണത്വങ്ങളിൽ എന്നെ പുൽകുന്നവനെ, നിന്നെ ഞങ്ങൾ മറിയത്തോട് ചേർന്ന് ആരാധിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.